Hi everyone, welcome back to my channel. I'm Aishi. So എൻ്റെ ഫേസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ please do subscribe to this channel and don't forget to click on the bell icon so whenever I upload a video you get notified. So video എൻ്റെ വരെ കാണാൻ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാം ഗുഡ് സ്റ്റഫ്സ് ചെയ്യുക. സോ ഇന്നത്തെ വീഡിയോയുടെ ടൈറ്റിൽ കണ്ടിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, വി ആർ ഗോയിങ് ടു ഡു എ ഷീൻ ഹോൾ. സോ ഹോൾ വീഡിയോസ് ഒന്നും ഞാൻ അങ്ങനെ എൻ്റെ ചാനലിൽ ചെയ്യാറില്ല, ബട്ട് ഞാൻ ഒരു 3 months ഷീനിൽ പർച്ചേസ് ചെയ്ത കുറച്ച് സാധനങ്ങൾ നിങ്ങൾക്ക് ഷീൻ ആക്സസ് ഉള്ളവരാണെങ്കിൽ ഈ വീഡിയോ എന്തുകൊണ്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഞാൻ ബ്യൂട്ടി പ്രോഡക്ട്സ്, ക്ലോത്ത്സ്, ആക്സസറീസ്, ഹോം ഡെക്കോർ, ഗാഡ്ജറ്റ്സ് അങ്ങനെ കുറച്ച് കാറ്റഗറി, എല്ലാ കാറ്റഗറിയിലും ഓരോന്നെങ്കിലും അറ്റ്ലീസ്റ്റ് ഞാൻ മേടിച്ചിട്ടുണ്ട്. സോ വിതൗട്ട് എനി ഫർദർ ഡിലേ ലെറ്റ്സ് ഡൈവ് ഇൻ ടു ഇറ്റ്. Crying so much to the poltergeist. Trying to hold on to love, but it's frosting nice time. Much but a light from a falling sky. So എൻ്റെ ഒരു ഹ്യൂജ് ഷീൻ്റെ പാക്കേജ് ഉണ്ട്. നമുക്ക് ഫസ്റ്റ് ഇതിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇത് ഈ ഒരു ബോക്സ് ആണ്. ഇത് വേറെ ഒന്നുമല്ല, ഇത് ബ്യൂട്ടി ബ്ലെൻഡറിൻ്റെ ഒരു സെറ്റാണ്. ഒരു പിങ്ക് ബോക്സിൻ്റെ ഉള്ളിൽ 4 ഡിഫറെൻറ്റ് കൈൻഡ്. ഞാൻ ഇതിൻ്റെ ഒറിജിനൽ പിക്ചർ ഇവിടെയും കൊടുക്കാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ലൈക്ക് പിക്ചറിൽ കാണിച്ചു തന്നെയാണോ കിട്ടിയ സാധനം എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾക്കൊരു ഈസി ആയിരിക്കും. സോ ഫസ്റ്റ് ഈ ഒരു ബോക്സിൽ 4 ഇതുപോലെ എക്സ് വെച്ചേക്കുന്ന പോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മുടെ ബ്യൂട്ടി ബ്ലെൻഡേഴ്സ് വെച്ചിട്ടുണ്ട്. എല്ലാം പിങ്ക് ആ ഒരു ഷെയ്ഡാണ്. ഇത് മാത്രം ജസ്റ്റ് ഒരു കൈൻഡ് ഓഫ് വൈറ്റ് പോലെ, ബാക്കിയെല്ലാം പിങ്കിൻ്റെ തന്നെ വേറെ വേറെ വേരിയൻ്റ് ആണ്. ആൻഡ് ഓരോന്നും ഓരോ ടൈപ്പ് ആട്ടോ. ഇത് ഫ്ലാറ്റ് ബേസ് ഉള്ളത്, ഇതിവിടെ ഇന്നർ കോർണേഴ്സിൻ്റെ അവിടെയൊക്കെ നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്ന. പിന്നെ ഇത് നമ്മുടെ നോർമൽ എഗ് ബ്യൂട്ടി ബ്ലെൻഡർ. പിന്നെ ഇതും ഫ്ലാറ്റ്, പിന്നെ ഇത് വെച്ചിട്ട് നമുക്ക് ഇന്നർ കോർണേഴ്സിൻ്റെ അവിടെയൊക്കെ വർക്ക് ചെയ്യാം. ആൻഡ് ഇത് എനിക്ക് തോന്നുന്നു നാട്ടിൽ ആമസോണിൽ അവൈലബിൾ ആണെന്ന്. ഇതുപോലത്തെ ഐറ്റംസ് ഒക്കെ ആമസോണിലോ മീഷോയിലൊക്കെ അവൈലബിൾ ഉണ്ടെങ്കിൽ ഞാൻ അതും കൊടുത്തേക്കാം. ഷീൻ ആക്സസ് ആയിട്ടുള്ളവർക്ക് അവിടെ ഷീനിൽ നിന്ന് വാങ്ങാം, അല്ലാത്തവർക്ക് ആമസോണിലോ മീഷോയിലോ ഒക്കെ. ഇത് സംഭവം എല്ലാം മെയ്ഡ് ഇൻ ചൈനയാണ്. അപ്പോൾ നാട്ടിലും കിട്ടുന്ന തന്നെ ഷീൻ ഇല്ല എന്നുള്ള ഒരു പ്രശ്നമേ ഉള്ളൂ. സിമിലർ ആയിട്ട് കാണുന്നതൊക്കെ ഞാൻ ലിങ്ക് ചെയ്തേക്കാം. സോ പ്ലീസ് ഡു ചെക്ക് ദാറ്റ്. സോ അതാണ് ഫസ്റ്റ് പ്രോഡക്റ്റ്. സെക്കൻഡ് ഈ ഒരു കോഫി ഗ്ലാസും കോഫി കപ്പും പിന്നെ സ്റ്റോ ആണ്. ഇത് ആക്ച്വലി നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ഈ ബോക്സ് കയറ്റി വെച്ചേട്ടത്. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ്. ഇത് ആക്ച്വലി ഞാൻ ഒരു 2 weeks ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. കണ്ടോ, നല്ലൊരു എസ്തറ്റിക് ഇൻട്രസ്റ്റി, ലൈക്ക് കോഫിയൊക്കെ എപ്പോഴും കുടിക്കാൻ തോന്നുന്ന ഒരു വെള്ളം നിങ്ങൾക്ക് കുടിക്കുക. ഒരു ഗ്ലാസ് സ്ട്രോ, പിന്നെ ഒരു ഗ്ലാസ്. ഇത് വലിയ സ്ട്രോങ് ഒന്നും അല്ല, വീണ പൊട്ടും. സോ ഐ ഹാവ് ടു ബി വെരി കെയർഫുൾ. ആൻഡ് ഇത് വന്നത് ബബിൾ റാപ്പ് ഒക്കെ ചെയ്തിട്ടോ, നല്ല പാക്കേജിങ്ങിലാണ് വന്നത്. സോ ഐ എം സോ ഹാപ്പി വിത്ത് ദിസ്. ദെൻ ഷീനിൽ നിന്ന് എൻ്റെ രണ്ടാമത്തെ കോഫി കപ്പ് പർച്ചേസ് ആണിത്. ആൻഡ് ഐ എം സോ ഹാപ്പി. ഇവിടെ ഇരുന്നോട്ടെ, കൈ തട്ടി ഇവിടെ ഇരുന്നോട്ടെ. ഓക്കെ, അപ്പോൾ ഫ്രെയിമിൽ വന്ന് ക്യൂട്ടായിട്ട് അവിടെ ഇരുന്നോട്ടെ. തേർഡ് ഈ ഓരോ ഡ്രസ് ആട്ടോ, ബ്ലാക്ക് വൈറ്റ് ട്വീഡ് ഇതുള്ളൊരു ഡ്രസ്സാണ്. എനിക്ക് ഇങ്ങനത്തെ ഡ്രസ്സ് എൻ്റെ കയ്യിൽ കുറേ ഉണ്ട്. എനിക്ക് ഇങ്ങനത്തെ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമാണ്, ലൈക്ക് ലെയർ ചെയ്യാൻ. എൻ്റെ ഇവിടുത്തെ ചൂടിന് ഇപ്പോൾ പറ്റത്തില്ല. ഇത് ഭയങ്കര തിക്കാവും, വിൻ്ററിനൊക്കെ ഇടാൻ പറ്റുന്ന ഒരു നല്ല ഒരു ക്വാളിറ്റി മെറ്റീരിയലാണ്. ബട്ട് എവിടെയെങ്കിലുമൊക്കെ കൊണ്ടാൽ ഇതിങ്ങനെ വലിഞ്ഞു വരും. വിൻ്റേഴ്സിനൊക്കെ ഇടാൻ പറ്റുന്നതാണ്. ആൻഡ് ഇത് ആക്ച്വലി സൈസ് M ആണ്, ബട്ട് ഇതും എനിക്ക് ടൈറ്റായി. എനിക്ക് തോന്നുന്നു 1 size ലാർജർ വാങ്ങണമെന്ന്. ഞാൻ ആക്ച്വലി സൈസ് S ആണ്. അല്ലാത്ത ബ്രാൻഡ്സിലൊക്കെ ഞാൻ വാങ്ങുന്നത് സൈസ് S ആണ്. ബട്ട് എനിക്ക് ഇങ്ങനെ ഫിറ്റായി കിടക്കുന്ന ഉടുപ്പ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ എപ്പോഴും 1 size ലാർജർ വാങ്ങും. അതുകൊണ്ട് ഞാൻ മീഡിയം വാങ്ങിച്ചു. ബട്ട് ഞാൻ 2 size ലാർജർ വാങ്ങണമായിരുന്നു, L വാങ്ങണമായിരുന്നു. എക്സസിലിരുന്നാണ് ഞാനിപ്പോൾ L വരെ. യാ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഔട്ട്ഫിറ്റ്. ഇത് ഞാൻ ഇവിടെ കാണിച്ചേക്കാം. അപ്പം നിങ്ങൾക്ക് ഒരു എങ്ങനെയാ പിക്ചറിൽ കൊടുത്തതും ലൈക്ക് റിയൽ ലൈഫിൽ കിട്ടിയ സാധനം എക്സാക്ട് ലൈക്ക് പിക്ചറിലുള്ള പോലെ തന്നെ കേട്ടോ. ആൻഡ് ദ ക്വാളിറ്റി ഈസ് അമേസിങ്. വിൻഡോസിലൊക്കെ ഇടാൻ പറ്റുന്ന ഇപ്പം കിട്ടാൻ അവിഞ്ഞു പോകും. വിൻഡോസിലൊക്കെ നല്ല കോൾഡ് പ്ലേസസ്, ഇവിടെയൊക്കെ നല്ല തണുപ്പായിരിക്കും വിൻ്റർ ടൈമിൽ. അപ്പം ഇടാൻ പറ്റിയ ഒരു ഔട്ട്ഫിറ്റാണ്.
ആൻഡ് ഐ ലൈക്ക് ഇറ്റ്. വാർഡ്രോബിലൊക്കെ സെറ്റ് ചെയ്യാൻ ലൈക്ക് വെറുതെ ഇടാത്തവരാണെങ്കിലും നല്ല ഭംഗി, ഹാങ്കറിലൊക്കെ സെറ്റ് ചെയ്തിടാൻ തന്നെ. സോ ദാറ്റ്സ് ദ തേർഡ് ഐറ്റം. ഫോർത്ത് ഐറ്റം ഒരു ഗാഡ്ജറ്റ് ആണ്. ഇതൊരു സെൽഫി സ്റ്റിക്ക് പ്ലസ് ട്രൈപോഡ് സിറ്റുവേഷൻ ആണ്. സോ ഞാൻ എപ്പോഴും എൻ്റെ കയ്യിലുള്ളത് ആമസോണിൻ്റെ ട്രൈപോഡാണ്. കുറച്ച് ഹെവിയാണ്. അപ്പം ഞാൻ ഇന്ത്യയിൽ നിന്ന് സൗദി അതെപ്പോഴും ഞാൻ ട്രാവൽ ചെയ്തുകൊണ്ട് നടക്കേണ്ടി വരും. അപ്പം ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഹാൻഡിയാണ്. ലൈക്ക് ഇങ്ങനെ ചുരുട്ടി മടക്കി എനിക്ക് എൻ്റെ ബാഗ് ഇത് ഇനിയും ചെറുതാവും കേട്ടോ. കണ്ടോ, ഇതെൻ്റെ ബാഗിൽ ഫിറ്റ് ചെയ്യാനുള്ള. ആൻഡ് ഇത് ഭയങ്കര വെയ്റ്റ്ലെസ് ആണ്. അപ്പോൾ ട്രാവലൊക്കെ ചെയ്യുമ്പോഴാണെങ്കിലും സെൽഫി സ്റ്റിക്ക് ആയിട്ടും യൂസ് ചെയ്യാം. ഇവിടെ ഒരു ബ്ലൂടൂത്തിലെ ബട്ടൺ ഉണ്ട് ആൻഡ് ഇവിടെ ലൈറ്റ് ഉണ്ട്. നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റാ. എനിക്ക് തോന്നുന്നു 30 റിയാൽ എന്തോ. അപ്പോൾ എന്തായാലും ഞാൻ വാങ്ങിച്ചു. നമ്മളൊരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അതെന്തായാലും നടന്നില്ല. അപ്പോൾ അതിലേക്ക് വേണ്ടി ഞാൻ നേരത്തെ മേടിച്ചതായിരുന്നു. ബട്ട് കുഴപ്പമില്ല. എനിക്ക് ഇന്ത്യയിൽ നിന്ന് സൗദിയൊക്കെ ട്രാവൽ ചെയ്യുമ്പം റീൽസ് ഷോർട്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി എനിക്ക് എന്തായാലും ഐ എം എ കോണ്ടന്റ് ക്രിയേറ്റർ, സോ ഐ നീഡ് എ ട്രൈപോഡ്. സോ ഇത് ട്രൈപോഡായിട്ടും ഇരിക്കും കേട്ടോ. ഇതെനിക്ക് യൂസ് ചെയ്യാൻ ഞാൻ യൂസ്ഡായി വരുന്നേ ഉള്ളൂ. സോ കണ്ടോ, ഇത് സ്റ്റഡി ആയിട്ട് ഇരുന്നോളൂ. കണ്ടോ, നിങ്ങൾക്ക് ടേബിൾ ലൈക്ക് ഷോർട്സ് എടുക്കാനാണെങ്കിലും റീൽസ് ഒക്കെ എടുക്കാനാണെങ്കിലും കണ്ടോ ഈ ഒരു ഹൈറ്റിലും നല്ല നീളത്തിലും പോവും. ലൈക്ക് ഈ ഒരു ഫുൾ സൈസ് കുറച്ച് ദൂരെ വെച്ചാൽ ഫുൾ സൈസ് ലൈക്ക് ഫുൾ സൈസ് നമ്മുടെ ഫുൾ സൈസ് ഇതൊക്കെ കിട്ടും. ഞാൻ ഷോർട്ട് പേഴ്സൺ ആയതുകൊണ്ട് എനിക്ക് എന്തായാലും എൻ്റെ ഇത്രയുണ്ട്, അപ്പം പിന്നെ വലിയ കുഴപ്പമില്ല. സോ ഇതൊരു നല്ല പർച്ചേസാണ്. ആൻഡ് നല്ല സ്റ്റഡി ആട്ടോ, കാറ്റൊക്കെ വന്നാൽ ഇങ്ങനെ പിടിച്ചു തന്നോളാം. അതുകൊണ്ട് നല്ലൊരു പർച്ചേസ് ആണ്. സെൽഫി എടുക്കാനും നല്ല സെൽഫി സ്റ്റിക്ക് പ്ലസ് ട്രൈപോഡ്. സോ ട്രാവലൊക്കെ കുറേ ചെയ്യുന്നവർക്കാണെങ്കിൽ കോണ്ടന്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നവരാണ്, പുറത്തൊക്കെ പോയി കോണ്ടന്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നവരാണ്. ഞാൻ അങ്ങനൊന്നും ചെയ്യാറില്ല. പക്ഷേ നിങ്ങൾ ഔട്ട്ഡോഴ്സിൽ കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്കിത് ഇതെനിക്ക് വലിയ ഗുണമായിട്ട് തോന്നിയിട്ടൊന്നുമില്ല. ഇരുട്ടത്ത് വയ്ക്കുമ്പോൾ കുറച്ച് ലൈറ്റിങ് കിട്ടും, പക്ഷെ വലിയ ലൈറ്റിംഗ് ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഇരുട്ടത്ത് കാണാൻ ക്യൂട്ടാ. അത് എന്താണ് വർക്ക് ചെയ്യുമെന്നൊന്നും എനിക്ക് അറിയത്തില്ല. ജസ്റ്റ് ഒരു ഗിമിക്കി പ്രോഡക്റ്റ് ഈ ലൈറ്റ്സ്. ബാക്കിയെല്ലാം അടിപൊളിയാണ് കേട്ടോ. ഫോർത്ത് അല്ലല്ലോ, ഫിഫ്ത്ത് ഈ ഒരു ടോപ്പാണ്. ഇത് ആക്ച്വലി ഞാൻ പിക്ചറിൽ ഇവിടെ കാണിച്ചു തരാം. പിക്ചറിൽ ഞാൻ വിചാരിച്ചൊരു ടോപ്പാണ്, ബട്ട് ഇത് മറ്റേ ഇങ്ങനെ ടൈ ചെയ്ത് വരുന്ന ടോപ്പില്ലേ, അതാണ് ഇപ്പോഴത്തെ പിൻട്രസ്റ്റ് ഈ വൈറൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഐ തിങ്ക് ഫസ്റ്റ് H&M ആണ് അങ്ങനത്തെ ഇറക്കിയത്. പിന്നെ അത് പിൻട്രസ്റ്റ് വൈറലായി. ഇപ്പോൾ എല്ലാം പിൻട്രസ്റ്റി ഗേൾസ് ഇടുന്നൊരു ടൈപ്പ് ഡ്രസ്സാണ് ഇത്. ആക്ച്വലി ഒരു കിമോണോ ടോപ്പ്, ഒരു കോട്ട് പോലെ യൂസ് ചെയ്യാം. ലൈക്ക് പ്ലെയിൻ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കിമോണോ ഷ്രഗ് പോലെയൊക്കെ യൂസ് ചെയ്യാം. ബട്ട് ഐ ലൈക്ക് ഇറ്റ്. നല്ല മെറ്റീരിയൽ ആട്ടോ, ഫുൾ സ്ലീവ് ആണ്. ഇത് ഉള്ളിൽ ബ്ലാക്ക് ടീഷർട്ട് ഇട്ട് ഇതിങ്ങനെ പുറത്ത് സ്റ്റൈൽ ചെയ്യാം. സീ ത്രൂ ഒന്നുമല്ല, നല്ല ക്വാളിറ്റിയുടെ ആണ്. ഐ ലൈക്ക് ഇറ്റ്. ഇത് ആക്ച്വലി ആ മോഡലിൽ ഇട്ട കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ബട്ട് എനിക്ക് ഇട്ടപ്പോൾ ഇത് നൈറ്റി പോലെയുണ്ട്. എനിക്ക് അറിയത്തില്ല, വെയിറ്റ് ഗെയിൻ ചെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇതിട്ടിട്ട് വലിയ രസമൊന്നുമില്ല. എങ്ങനെയെങ്കിലുമൊക്കെ സ്റ്റൈൽ ചെയ്യാൻ പറ്റുമെങ്കിൽ സ്റ്റൈൽ ചെയ്യാം. ദിസ് സ്ക്രീംസ് വെക്കേഷൻ ബീച്ച് ഡെസ്റ്റിനേഷനിലൊക്കെ പോവുകയാണെങ്കിൽ ഇടാൻ പറ്റിയ ഒരു ഡ്രസ്സാണ്. ലൈക്ക് എനിക്ക് പിക്ചറിലാണ് ഭയങ്കര ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതാ. ബട്ട് വലിയ ലൈക്ക് നല്ല കളർ കേട്ടോ, നല്ല ഗ്രീൻ ആൻഡ് നല്ലൊരു ക്രീം ബേജിഷ് ക്രീമി ആൻഡ് ഇതിൽ കുറച്ച് ഗ്രീൻ ആൻഡ് ഐ ലൈക്ക് ഇറ്റ്. ജസ്റ്റ് വീട്ടിൽ നൈറ്റായിട്ട് എങ്ങനെ യൂസ് ചെയ്യാം. ഫസ്റ്റ് ഈ ഒരു സ്റ്റോക്കിൻസ്, നമ്മുടെ സ്കിൻ കളർ സ്റ്റോക്കിൻസ് ഡ്രസ്സൊക്കെ ഇടുമ്പോൾ ലെഗിങ്സ് പുറത്തിറക്കും ഭയങ്കര ബോറല്ലേ. അപ്പം ഞാൻ അതിനു വേണ്ടി വാങ്ങിച്ചതാണ്. ഇത്ര ആങ്കിൾ ലെങ്ത് ഡ്രസ്സൊക്കെ ഇടുമ്പോൾ ഫുൾ കവറേജ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു സോക്സ് വാങ്ങിച്ചത്. അപ്പം 3/4 ലെഗിങ്സ് ഇട്ടാലും ബാക്കി ഇതിലുമ്പോൾ നല്ല ക്യൂട്ട് കവറേജും ഉണ്ട്, ക്യൂട്ടും ഉണ്ട്. മോഡസ്റ്റി ഫാഷനബിൾ ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ട്. സോ ഞാൻ ഇതുവരെ പൊട്ടിച്ചു നോക്കിയില്ല.
പിടിച്ചോക്കാം. ഓ, എനിക്കിങ്ങനെ ഒട്ടിക്കിടക്കുന്ന സംഭവമൊന്നും ഇഷ്ടമല്ല കേട്ടോ. ആൻഡ് വാട്ട് ഈസ് ദിസ്? ഇതെങ്ങനെ എൻ്റെ കാലിൽ കിടക്കുക? ഇതിനകത്ത് മറ്റേ സോക്സിൻ്റെ ആ സംഭവമൊന്നും ഇല്ലല്ലോ. പൈസ പോയി ഗൈസ്. നല്ല തിക്ക് മെറ്റീരിയൽ കേട്ടോ. സീ ത്രൂ അല്ല, ബട്ട് ഇത് കാലിൽ മറ്റേ നമ്മൾ സോക്സിൻ്റെ ആങ്കിളൊക്കെ വരാൻ വേണ്ടിയിട്ടൊരു സംഭവമൊക്കെ ഇല്ലേ, അതൊന്നും ഇല്ല. ജസ്റ്റ് ഇതെന്താണ് അവരുദ്ദേശിച്ചത്? ഇത് ആർക്കിടാൻ അവരുദ്ദേശിച്ചത്? ട്രൈ ചെയ്യാം, വർക്കിപ്പിച്ചില്ലേ പറ്റും. പിന്നെ ഈ ഒരു ക്യൂട്ട് എസ്തറ്റിക് ഇയർ റിങ്സ് ആണ്. ഇത് നല്ല പിങ്ക് ആൻഡ് വൈറ്റ് തീമിലുള്ള ഹൂപ്സ് ഉണ്ട്. ചെറിയ ബട്ടർഫ്ലൈ, ഹാർട്ട്സ്, ഫ്ലവർ, ബോ. ഭയങ്കര ഇറ്റ് സ്ക്രീംസ് പിൻട്രസ്റ്റ്. ഓക്കെ, ഈ ബട്ടർഫ്ലൈയിൽ 2 പേൾസ് ഉണ്ട്. സോ ദിസ് ലുക്സ് റിയലി ക്യൂട്ട്. അപ്പം ഏതെങ്കിലും ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ ഇത് എൻ്റെ വാർഡ്രോബ് ആണെങ്കിൽ ഇത് എൻ്റെ എല്ലാ ഡ്രസ്സിൻ്റെയും കൂടി പോകും. സോ നെക്സ്റ്റ് ഈ ഒരു നെയിൽസ് ആണ്. ഇതിൻ്റെ ഞാനൊരു റീൽ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി സാധനം എന്താണെന്ന് മനസ്സിലാവാൻ വേണ്ടി നിങ്ങൾക്ക് ഇവിടെ പോയി നോക്കാം. ഇത് വേറെ ഒന്നുമല്ല, നമ്മുടെ സ്റ്റിക്ക് ഓൺ നെയിൽസ് ആണ്. ഇതിനകത്ത് ജെൽ സ്റ്റിക്കേഴ്സ് വരും, നെയിൽ പുഷർ വരും ആൻഡ് ഫൈലർ വരും. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ ട്യൂട്ടോറിയൽ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഒരു വൈറ്റ് അല്ല, വൈറ്റ് ഒരു കുറച്ച് ഗ്ലേസ്ഡ് ഇതുള്ള ഒരു നെയിൽ ഇതാണ്. ഭയങ്കര ക്യൂട്ടാണ്. സോ എനിക്കിതിലും ലൈക്ക് നമ്മളിവിടെ ഒരു ടൊയോട്ട മാർക്കറ്റ് എന്ന് പറയുന്നതുണ്ട്. അവിടെ പോയപ്പോൾ എനിക്ക് പ്രീ ഗ്ലൂഡ് ആയിട്ടുള്ള നെയിൽസ് കിട്ടി. അതൊന്ന് ജസ്റ്റ് ഇങ്ങനെ നെയിലൊന്ന് പുഷ് ചെയ്ത് ജസ്റ്റ് ഒന്ന് പ്രെപ്പ് ചെയ്തിട്ട് ജസ്റ്റ് സ്റ്റിക്ക് ചെയ്താൽ മതി. നെയിൽ ജെല്ലെടുത്ത് ഒട്ടിക്കേണ്ടൊന്നും ആവശ്യമില്ല. വേറെ മറ്റേ ഗ്ലൂ ഇല്ലേ, ഗ്ലൂ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എടുത്തൊന്ന് സ്റ്റിക്ക് ചെയ്താൽ മതി. ആൻഡ് അത് കുറേ നിൽക്കും. 2-3 times ഇത് യൂസ് ചെയ്യാം. അത് നല്ല ക്വാളിറ്റി ഐറ്റമാണ്. 3 റിയാൽ എന്തോളൂ. ഇതും 3-4 അത്രേ ഉള്ളൂ. ബട്ട് എനിക്ക് അതാണ് കുറച്ചും കൂടി. ഇപ്പം ഞാൻ എന്തായാലും ഇനി അവിടെ വിസിറ്റ് ആണെങ്കിൽ കുറേ വാരി എടുക്കും. സോ യാ, നെക്സ്റ്റ് ഈ ഒരു ഷീഗ്ലാമിൻ്റെ ക്ലിയർ ജെല്ലാണ്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് നല്ല ബുഷി ബ്രൗസ് ആയതുകൊണ്ട് ഞാൻ വേറെ ഒന്നും യൂസ് ചെയ്യില്ല. എനിക്ക് ക്ലിയർ ജെല്ലോ ബ്രോ ലൈക്ക് വാക്സി അങ്ങനത്തെ ഇതാണ് എനിക്കിഷ്ടം. ഞാൻ വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ആ ഒരു ബ്രോ കിറ്റിനകത്തൊരു വൈറ്റ് വാക്സ് ഇട്ടില്ല. അതാണ് ഇത്രയും നാൾ യൂസ് ചെയ്തത്, തീർന്നു. അപ്പം ഞാൻ ഇതാണ് വാങ്ങിച്ചത്. ഇത് ഫസ്റ്റ് കുഴപ്പമില്ലായിരുന്നു. ഞാനിത് ഏപ്രിൽ ഈദിൻ്റെ ഒക്കെ ടൈമിൽ വാങ്ങിച്ചതാണ്. ഞാൻ ഒരു വീഡിയോയിൽ ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുഴപ്പമില്ലായിരുന്നു, നല്ല ക്ലിയർ ആയിട്ടുള്ളത്. ഞാനിപ്പോൾ ഒന്ന് നാട്ടിൽ പോയി വന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അവസ്ഥ. ഇത് ഫുൾ ചീത്തയായി. ഞാനൊന്നും ഇത് കണ്ടാമിനേറ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഡബിൾ ഡിപ്പ് ചെയ്യുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഇത് പെട്ടെന്ന് ചീത്തയായി പ്രോഡക്റ്റ്. ജസ്റ്റ് വാക്സ് പോലെ, നമ്മുടെ ക്യാൻഡിലില്ലേ അതുപോലെ ആയിപ്പോയി. ഷീഗ്ലാമിൻ്റെ എൻ്റെ 3rd മേക്കപ്പ് പ്രോഡക്റ്റാണ് ഇത്. ആൻഡ് ഇതാണ് ഫസ്റ്റായിട്ട് ഞാൻ ഡിസപ്പോയിൻറ്റഡ് ആയതും. സോ നെവർ ബൈ ദിസ്. എനിക്കറിയത്തില്ല ഇത് എനിക്ക് കിട്ടിയ പ്രോഡക്റ്റിൻ്റെ ഇഷ്യൂ ആണോ, എക്സ്പയർ കഴിഞ്ഞതാണോ ഒന്നും ഇതിനകത്ത് അവർ മെൻഷൻ ചെയ്തിട്ടില്ല. ബട്ട് ഇതൊരു ഡിസപ്പോയിൻമെൻറ്റ്. ഈ 2027 ഇത് എക്സ്പയർ ആകത്തുള്ളൂ. ബട്ട് പ്രോഡക്റ്റ് ചീത്ത. ഇത് ഞാൻ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത്, ഇനിയിപ്പം കട്ട പിടിച്ചതാണോ, ഈ AC ഒക്കെ ഇപ്പം യൂസ് ചെയ്യുന്നതല്ലേ, അപ്പം തണുത്ത സ്ഥലത്ത് ഇരുന്നിട്ട് കട്ട പിടിച്ചാണോ എന്ന് ഞാനൊന്ന് വാമപ്പ് ചെയ്ത് നോക്കി. ബട്ട് നമ്മൾ വാക്സ് ഇല്ലേ അതുപോലെ ആയിപ്പോയി, നമ്മളെ ക്യാൻഡിലിൻ്റെ വാക്സ് പോലെ ആയിപ്പോയി. സോ ഇതെനിക്ക് ഇനി യൂസ് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. എനിക്കിപ്പോൾ ചൂടാക്കിയൊക്കെ നോക്കണം. നെക്സ്റ്റ് ഈ ഒരു സാധനമാണ്. ഇത് ആക്ച്വലി ബാഗിൻ്റെ സ്ട്രാപ്പാണ്. എൻ്റെ ഈ ബാഗ് ഉണ്ടായിരുന്നു, സാരയുടെ ബാഗ്. ഇതിനകത്ത് എനിക്ക് ആക്ച്വലി ഇതിൻ്റെ ആ ഒരു സിമ്പിൾ സ്ട്രാപ്പ് തന്നെ എനിക്ക് വലിയ ഇഷ്ടമല്ല. കാരണം സൈഡിൽ മാത്രമേ ഇടാൻ പറ്റുള്ളൂ. എനിക്ക് ക്രോസ് ബോഡി പോലെ ഇടാനും അപ്പോൾ രണ്ടും എനിക്ക് ചേഞ്ച് ചെയ്തിടാമല്ലോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഈ ഒരു സ്ട്രാപ്പ് വാങ്ങിച്ചതാണ്. എൻ്റെ പണ്ട് ഞാൻ ഷീനിൽ നിന്നൊരു ബാഗ് വാങ്ങിച്ചപ്പം ഇതിൻ്റെ തന്നെ ഒരു വൈറ്റ് ഇതുണ്ടായിരുന്നു. അപ്പം ഞാൻ ബ്ലാക്ക്, അത് അഴുക്കായിപ്പോയി. അപ്പം അതുകൊണ്ട് ഞാൻ ബ്ലാക്ക് വാങ്ങിച്ചു. സോ എനിക്കിത് ക്രോസ് ബോഡി പോലെ, ഇനിയിപ്പോൾ ഞാൻ വേറെ ബ്ലാക്ക് ബാഗ്സ് വാങ്ങിച്ചാലും എനിക്കിതുപോലെ ക്രോസ് ബോഡി ആക്കി ഇടാം. സോ കുറച്ച് ബൊഹേമിയൻ ആൻഡ് ഒരു സ്റ്റൈലിഷ് ലുക്ക്. അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ കയ്യിൽ പിടിക്കാനാണെങ്കിലും ഇത് നല്ല ഭംഗിയാണ്. സോ ഐ ലൈക്ക് ദിസ്.
നിങ്ങൾ കുറേ കണ്ടിട്ടുള്ള ഒരു ഡ്രസ്സാണിത്. ഇതെൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ വാങ്ങിച്ചു. എൻ്റെ ബർത്ത്ഡേ വ്ളോഗിലും വേറെ കുറേ വീഡിയോസിലേക്ക് ഇട്ടിട്ടുണ്ട്. ഈ ഒരു ബ്ലഷ് പിങ്ക് എന്ന് പറയാൻ പറ്റില്ല, ഒരു നൈസ് ഒരു പിങ്ക് ഷെയ്ഡ് ഈ ഡ്രസ്സ്. ഇത് നല്ല അത്യാവശ്യം തിക്കാണ്. ഞാനിത് കുറേ കഴുകിയിട്ടുണ്ട്, ഇതുവരെ ഒന്നും പറ്റിയിട്ടില്ല. നല്ല ക്വാളിറ്റി ഡ്രസ്സാണ്. സോ എനിക്ക് പേഴ്സണലി ഇത് ഇടുമ്പോഴും നല്ല ഭംഗിയായിട്ട് തോന്നിയിട്ടുണ്ട്. ഇത് സൈസ് എം ആണ്. എനിക്ക് എസ് വാങ്ങിച്ചാൽ മതിയായിരുന്നു, പക്ഷെ എനിക്ക് ആ ഒരു ഓവർ സൈസ്ഡ് ഒരു ലുക്ക് വരാൻ വേണ്ടിയിട്ട് ഞാൻ സൈസ് എം, ഇത് കുറച്ച് വലുതാണ്, ബട്ട് ഐ ലൈക്ക് ഓവർ സൈസ്ഡ് ഫിറ്റ്സ്. സോ അതാണ് നെക്സ്റ്റ്. ഇനി ഞാൻ വാങ്ങിച്ചത് 2 PJ സെറ്റ്സ് ആണ്. അപ്പോൾ ഫസ്റ്റ് ഈ ഒരു പ്രിൻറ്റിൽ വരുന്നത് ഈ പാൻറ്റും, ഇതാണ് അതിൻ്റെ ഷർട്ടും. ഇത് ഞാൻ കുറച്ച് റീൽസിലൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതും ഞാൻ കുറേ കഴുകി, നല്ല ക്വാളിറ്റിയാണ്. ആകെ ഈ ഡീറ്റെയിലിംഗ് വരത്തില്ലേ, ഇത് മാത്രം എന്തോ ആയിപ്പോയി. ബാക്കിയെല്ലാം വലിയ പ്രശ്നമില്ല. ലൈക്ക് ക്ലോത്തിൻ്റെ മെറ്റീരിയൽ ആണെങ്കിലും നല്ല നല്ല സോഫ്റ്റ്, ഇടുമ്പോൾ തന്നെ നല്ല സുഖമാണ്. ആൻഡ് ഇതാണ് പാൻറ്റ്, ഇതും നൈസാണ്. ചൂടുകാലത്തിട്ടാൽ കുറച്ച് സീനാവും, ബട്ട് വലിയ സീനില്ല, കുഴപ്പമില്ല. ഫുൾ സ്ലീവ് ഒക്കെ ആയതുകൊണ്ട് ചൂടുകാലത്ത് ഇടാൻ പറ്റത്തില്ല. അപ്പോൾ വിൻ്റർ സീസണിലൊക്കെ ഇടാൻ പറ്റിയ ടൈപ്പ് നൈറ്റ് ഡ്രസ്സാണ്. ആൻഡ് നല്ല ക്യൂട്ട് പ്രിൻ്റാണ്. കുറച്ചൊന്ന് ഫെയ്ഡായിട്ടുണ്ട്, ഇച്ചിരി ഫെയ്ഡായിട്ടുണ്ട്. നെക്സ്റ്റ്, നിങ്ങൾ എപ്പോഴും എൻ്റെ വീഡിയോസിൽ കാണുന്ന എൻ്റെ ഫേവറേറ്റ് PJs ആണ്. എനിക്ക് ഇങ്ങനത്തെ പ്രിൻസ് ഒക്കെ വരുന്ന ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ഒരു റെഡ് ഡീറ്റെയിലിംഗ് ഒക്കെ ഉണ്ട്. ഇത് അടിപൊളിയാട്ടോ. മെറ്റീരിയൽ തന്നെ ഞാൻ ഈ ചൂടത്ത് ഇതൊക്കെ ഇടാറുണ്ട്. ലൈക്ക് ഈ ക്ലൈമറ്റിൽ ഞാനിപ്പോൾ ഇത് ഇടാറുണ്ട്. മറ്റേത് എനിക്ക് ഇടുമ്പോൾ എനിക്ക് തോന്നുന്നു അതിനകത്ത് മറ്റ് സംഭവമൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടി എന്തൊക്കെയോ ഭയങ്കര ഇറിറ്റേറ്റ് ആവും. ബട്ട് ഇതെനിക്ക് വലിയ കുഴപ്പമില്ല. ഇതിൻ്റെ ഷർട്ട് എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമായി. ഈ ഒരു കോളർ പീറ്റർ പാൻ കോളറാണെന്ന് തോന്നുന്നു, അങ്ങനെയാണ് പറയുന്നതെന്ന് തോന്നുന്നു. ആൻഡ് ഇതും ഫുൾ സ്ലീവാണ്, ബട്ട് ദിസ് ലുക്സ് റിയലി ക്യൂട്ട്. ആൻഡ് ഇങ്ങനത്തെ പ്രിൻ്റൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇതേപോലെ ഗിംഗം പ്രിൻസ്, ബ്ലൂ വൈറ്റ്, പിങ്ക് വൈറ്റ്, യെല്ലോ വൈറ്റ്, അങ്ങനത്തെ ഒക്കെ ഗിംഗം പ്രിൻസിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് നെക്സ്റ്റ് ഈ ഒരു ടീഷർട്ട്, ഓവർ സൈസ്ഡ് ടീഷർട്ട്, നല്ല ക്വാളിറ്റി കേട്ടോ. ഇത് ഡാസി. ഞാൻ ലൈക്ക് ഷീനിന്ന് ഞാൻ ഡ്രസ്സ് വാങ്ങുന്നത് ഈ ഒരു ബ്രാൻഡാണ്, ഡാസി എന്ന് പറഞ്ഞ ഈ ബ്രാൻഡ്. നല്ല അടിപൊളി ബ്രാൻഡാട്ടോ, നല്ല ക്വാളിറ്റി ഇതാണ്. സോ നിങ്ങൾക്ക് ട്രസ്റ്റ്ഫുള്ളായിട്ട് വാങ്ങാൻ പറ്റിയ ഒരു ബ്രാൻഡാണ് ഡാസി. ആൻഡ് അതിപ്പോൾ അതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ നമ്മുടെ മൈ ഡിമോണിലെ ദോദോഹിയുടെ റിയൽ നെയിം എനിക്ക് ഓർമ്മയില്ല, ദോദോഹിയാണ്. അവരായിട്ട് ഇപ്പം എന്തോ കൊളാബറേഷനൊക്കെ ചെയ്തിട്ട് അതിനകത്ത് കുറച്ച് കളക്ഷൻസ് ഒക്കെ ഉണ്ട്. ഞാൻ നോക്കിയായിരുന്നു, ബട്ട് എനിക്കിടാം എൻ്റെ ബോഡി ടൈപ്പിലും ചേരുന്ന ഉടുപ്പുകളൊന്നുമല്ല, അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല. അപ്പം ഡാസി ഈ ഒരു നല്ല ഈ ചൂടത്തൊക്കെ ഇടാൻ പറ്റിയ നല്ലൊരു ബേജ് കളറും നല്ല, എനിക്ക് ഈ ക്ലൈമറ്റിൽ ഞാനിപ്പോൾ ഇടാൻ വേണ്ടി 2-3 ടീഷർട്ട്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ആൻഡ് ഇത് നല്ല ഓവർ സൈസ്ഡ് ആണ്. അപ്പം ഇത് മാത്രം ഇട്ട് ഗ്രോസറി ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ ഇത് മാത്രം, ഇതും ഒരു വൈറ്റ് ലെഗ് ജീൻസും പിന്നെ സ്പെക്സും കുറച്ച് ലിപ് ബാം, കുറച്ച് സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ. പിന്നെ ഞാൻ ഇട്ടേക്കുന്ന ഈ ഒരു ഷർട്ടാണ്. ഇത് ഞാനിപ്പോൾ ഈ വ്ളോഗിൽ കാണാം, മിനി വ്ളോഗ്സിൽ കാണാം. ഈ ഒരു നല്ല സമ്മറി പ്രിൻസ് വരുന്ന ഈ ഒരു ഷർട്ട്, ഇതും നല്ല ക്യൂട്ട് ലുക്കിംഗ് ആണ്. നല്ലൊരു ഫ്ലോയി മെറ്റീരിയലാണ്. ഇതും ഡാസി എന്ന് പറയുന്ന ആ ബ്രാൻഡ് തന്നെയാണ്. എനിക്ക് ഈ കളർ എനിക്ക് ഭയങ്കര ചേരുന്ന പോലെ എനിക്ക് തോന്നുന്നു. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ഈ ഫേഷ്യൽ റേസേഴ്സ് ആണ്. ആക്ച്വലി എനിക്ക് ഇങ്ങനത്തെ ഷേപ്പ് വരുന്ന ഫേഷ്യൽ റേസേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ നാട്ടിൽ കാർമഷി എന്ന് പറയുന്ന ബ്രാൻഡില്ലേ, അവരുടെ റേസേഴ്സ് ഞാൻ യൂസ് ചെയ്ത് തീർന്നു. അപ്പോൾ ഇവിടെ ഞാൻ വെറുതെ ഷീനിൽ നോക്കിയപ്പം ഞാൻ അത് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ആൻഡ് ആ ഒരു ക്വാളിറ്റി തന്നെ ഉണ്ട് കേട്ടോ. ഷീനിന് ആണെങ്കിലും നല്ല ക്വാളിറ്റി ആണ്. എനിക്ക് ഇങ്ങനത്തെ ആകുമ്പോൾ എൻ്റെ ഫേസ്. അപ്പോൾ അതാണ് ഇത് ലാസ്റ്റ് പ്രോഡക്റ്റ്. ഇത് അടിപൊളിയാണ്. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോക്ക്. നിങ്ങൾ ലാസ്റ്റ് വരെ കണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ഷെയർ ദിസ് വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസ്. ഷീൻ അക്സസബിൾ ആയിട്ടുള്ള ആർക്കെങ്കിലും അയച്ചു കൊടുത്താൽ നിങ്ങൾക്ക് എന്തെങ്കിലും സാധനമൊക്കെ അവരുടെ അടുത്ത് കൊണ്ടുവരാൻ പറയാം. അപ്പോൾ ഷീൻ അക്സസബിൾ അല്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് മീഷോയിൽ ആമസോണിലൊക്കെ സെയിം ഐറ്റംസ് ഒക്കെ കിട്ടും. അപ്പം സിമിലർ ആയിട്ടുള്ള സാധനമൊക്കെ കണ്ടാൽ ഞാൻ എന്തായാലും ലിങ്ക് ചെയ്തേക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തേക്കുള്ളത്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതേപോലെ
വേറെ വീഡിയോസ് ആയിട്ട് വരാം. അതുവരെ വേറെ വീഡിയോസ് എല്ലാം കാണുക. എൻ്റെ ചാനൽ ബൂസ്റ്റപ്പ് ചെയ്യുക. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.